ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും മുടി നല്ല സോഫ്റ്റാക്കി കിട്ടാനും മുടിയിലെ സ്പ്ലിറ്റ്നെസ്സൊക്കെ മാറി കിട്ടാനൊക്കെ പറ്റിയൊരു ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ വൈകുന്നേരം തേച്ചിട്ട് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. മുടി നല്ല സോഫ്റ്റായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചുരുണ്ട മുടിക്കാർക്കൊക്കെ ഈ ഒരു ഹെയർ പാക്ക് അടിപൊളിയാണ്. മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല, മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാനും ഈ ഒരു ഹെയർ പാക്ക് നമ്മളെ സഹായിക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അതാണ് നിങ്ങളുടെ റിസൾട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഹെയർ പാക്ക് ഞാൻ ഒരു വീഡിയോയിൽ കണ്ട പോലെ ആട്ടോ ഞാൻ ചെയ്തത്. ഇത് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുവരെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെ തേക്കണേന്ന് അതിനെ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനമാണ് ഉലുവയും കരിഞ്ചീരകം വേണം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ അങ്ങ് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനമാണ് വെണ്ടയ്ക്ക ഒരു 5-6 വെണ്ടയ്ക്ക ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അത് നല്ല വൃത്തി കഴുകി അത് ഞാനത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയും കരിഞ്ചീരകം നല്ല വൃത്തിയിൽ കഴുകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വൃത്തി കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്നും കുതിർത്താൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വെണ്ടയ്ക്ക നന്നായിട്ട് തിളച്ച് ചൂടാറിയിട്ട് വേണം നമുക്കിതിൻ്റെ ആ ഒരു വെള്ളം എടുക്കാനായിട്ട്. അതായത് ഇത് അരയ്ക്കാനായിട്ട് നമുക്കിതിൻ്റെ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചുമ്പോൾ നമുക്ക് കാണാം. വെണ്ടയ്ക്ക എടുക്കുമ്പോഴേ നല്ല വൃത്തി കഴുകുക മാത്രമല്ല, വെണ്ടയ്ക്കയുടെ അകത്ത് വല്ല സാധനം ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാനൊരു വെണ്ടയ്ക്ക എടുത്തപ്പോൾ അത് ഒരു വലിയൊരു പുഴു ഇതിനകത്തുണ്ടായിരുന്നേ. നമ്മളിപ്പോൾ നോക്കാതൊക്കെ വെണ്ടയ്ക്ക എടുക്കുവാണെങ്കിലേ ചിലപ്പം നമുക്ക് തലയിൽ ചൊറിച്ചിലും മുടി പൊഴിയാനും ഒക്കെ കാരണങ്ങളാകും. അപ്പോൾ അത് ആ വെണ്ടയ്ക്ക നല്ല വൃത്തിയിൽ തിളച്ച് ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ആ അരിച്ചെടുത്ത വെണ്ടയ്ക്കയുടെ ആ സത്തില്ലേ, അതും ഉലുവയും കരിഞ്ചീരകവും ഒക്കെ കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് ഞാനിതാ ഒരു തോർത്ത് ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ദോശമാവില്ലേ, ദോശമാവിൻ്റെ ഒരു പാകം പോലെ ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് എന്താ പറയുക, തേച്ച് പിടിപ്പിക്കാൻ ഇതുപോലത്തെ ഒരു ഹെയർ പാക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ പാക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനുണ്ടല്ലോ തലമുടിയിൽ അത്യാവശ്യം ചെറിയ രീതിയിലേക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ തലേദിവസം ഒരുപാട് അങ്ങ് എണ്ണ തേച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയിൽ എത്ര എണ്ണ തേച്ചാലും എൻ്റെ മുടിയിൽ പിടിക്കത്തില്ല. പക്ഷെ ഞാൻ അതിനുള്ള കാരണം കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ മുടിയിലൊന്ന് എണ്ണയൊന്ന് പിടിപ്പിക്കാനായിട്ട് ഞാനൊരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ചെറിയ ചൂടോടെ തന്നെ, ഒരുപാടല്ല, ചെറിയ കുഞ്ഞു ചൂടോടെ തന്നെ തലമുടിയിലങ്ങ് എണ്ണ തേച്ച് പിടിപ്പിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മുടി നന്നായിട്ടല്ല, ഒരു ചെറിയ രീതിയിലേക്കൊരു എണ്ണമയം തോന്നിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മുടി എത്ര എണ്ണ തേച്ചാലും എണ്ണ പിടിക്കില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എണ്ണയൊക്കെ പോയി ഒരുമാതിരി, എൻ്റെ ഡ്രൈ ഹെയർ ആണല്ലോ, ആ രീതിയിലേക്കൊക്കെ ആകുവേ. അപ്പം ഞാനിതാ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് ചെറിയ രീതിയിലൊന്ന് മുടിയൊന്ന് ചീകി ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമ്മളത് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കണം കേട്ടോ. അതായത് മുടി ഇങ്ങനെ പുറകോട്ട് വെച്ചിട്ട് വേണം നന്നായിട്ട് ചീവാൻ. അപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമ്മുടെ മുടി വളരാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിതാ മുടിയിട്ട് ജടയൊക്കെ കളഞ്ഞ് നമുക്ക് നല്ലൊരു പാക്കും കൂടി അങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ.
പിന്നെ നിങ്ങൾ ഒരുപാട് അങ്ങ് മസാജൊന്നും ചെയ്യേണ്ട. കാരണം മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലമുടി പൊഴിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാടൊന്നും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചകിരി പോലുള്ള മുടിക്കൊക്കെ ഈ ഒരു ഹെയർ പാക്ക് അടിപൊളിയാണ് കേട്ടോ. മുടി നല്ല സ്ട്രെയിറ്റിനാവാനൊക്കെ നല്ലതാണ്. നമ്മളെന്താ പറയുക, നമ്മുടെ മുടിയുടെ അറ്റത്തേക്ക് ഇങ്ങനെ പൊട്ടിപ്പോവില്ല, പൊട്ടലൊക്കെ മാറാനൊക്കെ പറ്റിയ അടിപൊളി ടിപ്പാണിത്. നല്ല സൂപ്പറാണ്. ഉലുവ പിന്നെ മുടി വളരാനൊക്കെ നല്ല സാധനമാണ്. പക്ഷേ ഉലുവ നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ പോലത്തുള്ള മുടിക്കൊന്നും ഉലുവയുടെ കൂടെ ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും സാധനം ചേർക്കുമ്പോഴാണ് മുടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ മുടിയുടെ. അപ്പം ഉലുവ നമുക്ക് തന്നെ അരച്ച് തേക്കുന്നവരൊക്കെ ഉണ്ട്, നല്ലതാണ്. പക്ഷേ എനിക്ക് ഉലുവ ഡയറക്റ്റ് തന്നെ അരച്ച് തേക്കുന്ന എൻ്റെ മുടിക്ക് പറ്റില്ല. അപ്പം ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതാണ്, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. പിന്നെ മുടി പൊട്ടൽ മാറും, എല്ലാം മാറി കിട്ടിക്കോളും കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ തലമുടിയിൽ തേക്കുക, അരമണിക്കൂറെങ്കിലും വേണ്ടി വരും. എന്നിട്ട് ജട കളഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് തേക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ മുടി കുറേ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് നമ്മൾ തലോട്ടി നല്ലോണം പാക്ക് തേക്കണം. പാക്ക് തേച്ചതിന് ശേഷമാണ് നമ്മുടെ മുടിയിലായിട്ടങ്ങ് തേച്ച് കൊടുക്കേണ്ടത്. ഇന്നലെ ഞാൻ ഒരുപാട് എണ്ണ തേച്ചായിരുന്നു തലമുടിയിൽ. എന്നിട്ട് ഞാൻ കഴുകി കഴിഞ്ഞപ്പോൾ ഒരു താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ. അതുകൊണ്ട് മുടിക്ക് നല്ല എണ്ണമയുണ്ട്. നിങ്ങൾക്ക് തേക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് തേച്ചാൽ മതി കേട്ടോ, ഒരുപാട് എണ്ണ തേക്കൊന്നും വേണ്ട. പിന്നെ കരിഞ്ജീരകമാണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. പക്ഷേ കരിഞ്ജീരകം ഒരുപാട് എടുത്താൽ നമ്മുടെ മുടി പൊഴിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം കുറച്ചളവിലൊക്കെ എടുത്താൽ മതി കേട്ടോ. ഉലുവയാണെങ്കിലും കരിഞ്ജീരകമാണെങ്കിലും കുറച്ചളവിലൊക്കെ എടുത്താൽ മതി. ആദ്യം നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മുടെ തലമുടി തേച്ച് കൊടുക്കുക. അന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് മുടിക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ നമ്മുടെ ആ എടുക്കുന്ന അളവ് അടുത്ത പ്രാവശ്യം നമുക്ക് ഇച്ചിരി കൂട്ടി അങ്ങ് എടുക്കാം. തുടക്കത്തിൽ തന്നെ ഒരുപാട് അങ്ങ് എടുത്ത് വെറുതെ കളയണ്ട. നമ്മുടെ ഹെയർ പാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്ന ഹെയർ പാക്ക് നമുക്ക് പറ്റും, ഇന്നത് പറ്റില്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ. തലയോട്ടി നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ. മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. വെണ്ടയ്ക്ക എന്ന് പറയേ വേണ്ട, മുടി നല്ല സ്ട്രെയിറ്റിനാവാനൊക്കെ പറ്റിയ സൂപ്പർ സാധനമാണ്. മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ തേക്കണത് എന്താ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ആദ്യം തലയോട്ടി തേച്ച് കൊടുക്കും, എന്നിട്ട് മുടിയിലും തേച്ച് കൊടുക്കും. മുടിയുടെ ഇതുപോലെ ഇങ്ങനെ ടിപ്പ് വരെ. നമ്മൾ ഇതുപോലത്തെ പാക്കൊക്കെ തേക്കുമ്പോഴാണ് നമ്മുടെ മുടിക്ക് ഇത്രയും നീളം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. മുടിയുടെ അകവും പുറവും നമ്മൾ സാധാരണ ഇവിടെ മാത്രം തേച്ച് കൊടുക്കും അല്ലേ, ഇവിടെയും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ മുടി നന്നായിട്ടങ്ങ് വളരുള്ളേ. നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അഴിക്കട്ടെ. പാക്കൊക്കെ തേച്ചതാ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് പതുക്കെ കെട്ടി വെച്ചിട്ട് മുറുക്ക കെട്ടി വെക്കരുത്. മുറുക്ക കെട്ടി വെക്കുമ്പോൾ നമ്മുടെ മുടി പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കി എൻ്റെ നെറ്റി സൈഡിലൊക്കെ കുഞ്ഞു മുടി വളർന്നുണ്ടോ. അപ്പോൾ നമ്മുടെ നെറ്റി കയറുന്ന ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ തന്നിട്ടുണ്ടായിരുന്നു. നല്ലതാണ്, മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ നെറ്റി കയറലൊക്കെ പെട്ടെന്ന് മാറിക്കോളും. കുഞ്ഞു മുടികളൊക്കെ വേഗം തന്നെ വളർന്നു കേട്ടോ. അതിൻ്റെ വീഡിയോക്ക് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ പാക്ക് തേക്കുമ്പോൾ അതിൻ്റെ ഇവിടെയൊക്കെ ഇവിടെ ഈ കൃതാവിൻ്റെ ഇവിടെയൊക്കെ നല്ല ഹെയർ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ തേച്ച് കൊടുക്കുക. തീർന്നു കേട്ടോ. ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയും. ഷാമ്പൂ കണ്ടീഷണർ ഒന്നും തന്നെ വേണ്ട. വെണ്ടയ്ക്ക തന്നെ മതി, അടിപൊളി ഷാമ്പൂ തന്നെയാണ്. മുടി നല്ലൊരു
എന്താ പറയുക, വെണ്ടയ്ക്ക് മാത്രമല്ല, അതിലൂടെ നമ്മൾ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുടിയൊക്കെ നല്ല ക്ലിയർ ആവാൻ പറ്റിയ സാധനം തന്നെയാണ്. പ്രത്യേകിച്ചുള്ള ഷാമ്പു ഒന്നും തന്നെ വേണ്ട. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. നാളെ ഇതിൻ്റെ റിസൾട്ട് പറയുള്ളൂ കേട്ടോ. അപ്പം മുടി കാണാൻ നല്ല സോഫ്റ്റാണ്, നമുക്ക് കാണണ്ടേ. പിറ്റേ ദിവസം നല്ലൊരു ഹെയർ പാക്ക് തേച്ചു. പിറ്റേ ദിവസമുള്ള എൻ്റെ മുടിയുടെ ഒരു കോലമാട്ടി കാണുന്നത് നല്ല എന്താ പറയുക, നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയില്ല, എൻ്റെ മുടി ഇവിടെ ഇങ്ങനെ തട്ടായിട്ടിരുന്ന എൻ്റെ മുടിയാണ്, അതായത് ഒരുപാട് ചുരുണ്ട മുടിയാണ്. ആ മുടിയാണ് ഇത്രയ്ക്കും മാറ്റം വന്നത് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ, അതായത് എന്നെപ്പോലെ ഇങ്ങനെ തട്ടായിട്ട് ചുരുണ്ട മുടി അല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഇടുവാൻ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാത്ത അത്രയും നല്ല ഒരു ഹെയർ പാക്കാണിത്. അത് മാത്രമല്ല, മുടി നന്നായിട്ട് വളരാൻ നല്ലതാണ്, മുടിയുടെ സ്പ്ലിറ്റ്നെസ് ഇല്ല അതൊക്കെ മാറാൻ നല്ലതാണ്. നല്ല ഒരു ഹെയർ പാക്ക് കേട്ടോ. പിന്നെ മുടി നന്നായിട്ട് കറക്കാനൊക്കെ സൂപ്പർ ഒരു ടിപ്പ് തന്നെയാണിത്. നമുക്കിത് ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നീളം വയ്ക്കാൻ നല്ലതാണ്, മുടിക്ക് നല്ല ഉള്ളു കൂടാൻ നല്ലതാണ്. മുടി തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു എന്താ പറയുക, നല്ലൊരു സൂപ്പറായിട്ടുണ്ട് മുടിയൊക്കെ. ഈ ചുരുണ്ട മുടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ പാക്കൊക്കെ തേച്ച് കഴിയുമ്പം പിറ്റേ ദിവസം ആകുമ്പം ചകിരി പോലെ ഇരിക്കും അല്ലേ. മുടി വളരാനൊക്കെ ഈ ഉലുവയൊക്കെ നല്ലതാണ്, പക്ഷേ ഉലുവ തേച്ചുള്ള ഹെയർ പാക്കൊക്കെ തേക്കുമ്പോൾ മുടി ചകിരി പോലെ ഇരിക്കും. പക്ഷേ ഇത് ചകിരി പോലെ ഇരിക്കില്ല, കാരണം ഇതിനകത്ത് നമ്മൾ വെണ്ടയ്ക്ക ചേർത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ചേർത്തത് കൊണ്ടാണ് നമ്മുടെ മുടി ഇത്രയും സോഫ്റ്റ് ആയത് കേട്ടോ. എനിക്കൊക്കെ ഇങ്ങനത്തെ പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം എൻ്റെയൊക്കെ ചുരുണ്ട മുടിയായതുകൊണ്ട് മുടിക്ക് ഒതുക്കം കിട്ടാനൊക്കെ പറ്റിയ നല്ലൊരു പാക്കാണ്. അത് മാത്രമല്ല, മുടിക്ക് നല്ലൊരു കട്ടി തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ചില പാക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും, ശരിയാണ്, പക്ഷേ നമുക്കങ്ങനെ കട്ടി തോന്നില്ല. നമ്മുടെ മുടിയുടെ ഓരോ മുടിനാരുകൾ തൊടുമ്പോൾ നമുക്കറിയാം നല്ല ഒരു കട്ടിയില്ലല്ലോ നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല, നല്ല കട്ടി തോന്നിക്കും. എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നല്ലൊരു അത്യാവശ്യം കട്ടിയുണ്ട്. മുമ്പ് എൻ്റെ മുടി നല്ല കട്ടി ഉണ്ടായിരുന്ന മുടിയായിരുന്നു, അത് പിന്നെ എങ്ങനെയോ കട്ടിയൊക്കെ കുറഞ്ഞ് മുടിയൊക്കെ അങ്ങനെ പൊട്ടി പോയി, മുടിയുടെ ഉള്ളിൽ കുറേയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇതുപോലത്തെ പാക്കൊക്കെ തേക്കുവാണെങ്കിൽ മുടിക്ക് അത്യാവശ്യം കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുടിക്ക് കട്ടിയും വേണം, മുടി നല്ല സിൽക്കി പോലെ തോന്നും വേണം, മുടിയുടെ സ്പ്ലിറ്റ്നെസ്സൊക്കെ മാറുകയും ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യണമെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാകും കേട്ടോ. വെണ്ടയ്ക്ക, കരിഞ്ചീരകം, ഉലുവ, ഈ 3 സാധനം മാത്രം മതിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് എൻ്റെ ഇവിടെയൊക്കെ തട്ടുള്ള ആ ചുരുണ്ടതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. മുടിയൊക്കെ ചീകുമ്പോൾ ഇതുപോലത്തെ പല്ലകന്ന ചീപ്പ് തന്നെ മേടിക്കട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ചീകുമ്പോൾ മുടിയൊന്നും പൊട്ടത്തില്ല. പിന്നെ അത് മാത്രം നമ്മുടെ മുടിയുടെ അടിയിൽ കൂടി ഇങ്ങനെ ചീകിട്ട് വേണം ഇങ്ങനെ മേലോട്ട് കയറി വരാൻ. ആ തുടക്കത്തിൽ തന്നെ നമ്മുടെ മുടി ഇവിടുന്ന് തൊട്ടങ്ങ് ചീകരുത്. അപ്പോൾ എൻ്റെ മുടി ജട കളഞ്ഞ് വെച്ചേക്കണം കേട്ടോ. പിന്നെ അതുപോലെ ജടയൊന്നും ആവുന്നില്ല കേട്ടോ ഈ ഒരു പാക്ക് തേക്കുമ്പോൾ തന്നെ. ചില പാക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് മുടിയുടെ അറ്റം ഇങ്ങനെ ജട ഇങ്ങനെ കയറിയിരിക്കുക, പക്ഷേ ഇതങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.